തലസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിൽ കോർപ്പറേഷനെതിരെ വിമർശനവുമായി കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. സ്മാർട്ട് സിറ്റി അമർ പദ്ധതികളിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. വികസന പദ്ധതികളുടെ പേരിൽ നഗരത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മേയറെ വേദിയിലിരുത്തിയാണ് എം.എൽ.എയുടെ വിമർശനം. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന റോഡ് പണി പല കരാറുകൾക്കായി വിഭജിച്ചു നൽകി പുനരാരംഭിച്ചതോടെ തലസ്ഥാന നഗരിയിലെ നിവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷനെതിരെ രൂക്ഷമായ വിമർശനവുമായി CPM MLA-യും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സിവറേജ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 2, 3, 4 വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ കൂട്ടായിട്ടുള്ള ആലോചനയിലൂടെ ചെയ്തു തീർക്കേണ്ടതല്ല ഒരു കാര്യമാണ്. രാവിലെ മുതൽ അതിഗുരുതരമായ ഗതാഗതക്കുരുക്ക്, ഒരേ സമയങ്ങളിൽ നിരവധി റോഡുകളിൽ പണി നടക്കുന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം മനുഷ്യരെയും ഒരുപോലെ വലച്ചിരിക്കുന്ന അവസ്ഥയും. 30 രൂപയുടെ ഓട്ടത്തിന് 70-80 രൂപ സ്ത്രീജനങ്ങൾ പേടിച്ചാണ് മാറിപ്പോകുന്നത്. ഓരോരുത്തരും വണ്ടി കയറാൻ തന്നെ അറയ്ക്കുന്നുണ്ട്. അങ്ങനൊരു അവസ്ഥയുണ്ട്. പിന്നെ എന്തായാലും മാറി മാറി വന്ന സർക്കാരിൻ്റെ വീഴ്ചയുടെ ഫലം തന്നെയാണിത്. നന്നാക്കി കഴിഞ്ഞ് കുറച്ച് പിന്നെ സർഫസ് അവിടെ ആയിട്ട് ചെറുതായിട്ട് ഇളവും. അപ്പോൾ ആ ഇളകി കഴിയുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കും, വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് അത് വളരെ ആധുനികവൽക്കരണ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അത് അവലംബിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ആർക്കും പരാതിയില്ലാതെ തന്നെ. അമൃത് പദ്ധതിയുടെയും സ്മാർട്ട് പദ്ധതിയുടെയും വേഗത വർദ്ധിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും വികസന സെമിനാറിൽ MLA പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.